ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവില്ലേ? അപ്പം നമ്മളോട് സുഖമായിട്ടിരിക്കണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നത്തെയും പോലെ ചെറിയൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ. നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോക്ക് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാ രാവിലെ തന്നെ മക്കൾ മദ്രസയിൽ പോകാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ഇന്ന് സയാനക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ മദ്രസ, റിസാനക്ക് വൈകിട്ടാണ്. അപ്പോൾ റിസാനെ തന്നെ കൊണ്ടാക്കുക കേട്ടോ. ആകെ കൂടിയൊരു ആണ് അല്ലേ. അപ്പോൾ അത് ഒരാളെ പേര് സയാനും ഒരാളെ പേര് റിസാനും ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുമെന്ന് വിളിക്കുക. അതിപ്പോൾ വീഡിയോയിൽ ഞാൻ പറയാത്ത കാരണമാണ്. അപ്പോൾ സൈക്കിൾ മേലാണ് കേട്ടോ പോണത്. ഇക്കായുള്ള ദിവസം തന്നെയാണ് കേട്ടോ കൊണ്ടാക്കുക. അപ്പോൾ റിസാൻ കിടന്ന് ഉറങ്ങും. അങ്ങനെയാണ്. രാവിലെ ആണല്ലോ കുട്ടികൾക്ക് എണീക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് തണുപ്പ്, നമുക്ക് തന്നെ എണീക്കാൻ മടിയാണ്. അപ്പോൾ ഇനി കുട്ടികളെ കാര്യം പറയാനുണ്ടോ. അപ്പോൾ അത് അവരങ്ങോട്ട് മദ്രസയ്ക്ക് പറഞ്ഞയച്ചിട്ട് വേണം കേട്ടോ നമുക്ക് അടുക്കളയിൽ കയറാൻ വേണ്ടിയിട്ട്. ഞാൻ ചായക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ അവിടെ കിടന്ന് ആയിക്കോളും, ഇവർ പോകുമ്പോഴേക്കും ചായയൊക്കെ ആവും. അപ്പോൾ റിസാന് വേഗം അങ്ങോട്ട് സൈക്കിളായിട്ട് അങ്ങോട്ട് പോയിട്ടാ. സയാൻ എന്താ കൈ കഴുകണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് റിസാൻ അങ്ങോട്ട് എത്തിയെടുക്കുന്നത്. അപ്പോൾ പിന്നാലെ വേഗം ഓടി പോകുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ പോയി. റിസാൻ ഇപ്പോൾ തന്നെ വരുന്നതുകൊണ്ട് ഞാൻ ഗ്രില്ല് കുറ്റിടാറില്ല കേട്ടോ. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ബാക്കിൽ പോയി നോക്കിയത്. കുറേ ദിവസമായാലും നമ്മൾ ബാക്കൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് പോയി നിന്നിട്ടൊന്ന് വീഡിയോ എടുത്താൽ കേട്ടോ. നല്ല കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ കോഴിയും ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. കിളികൾ, കാക്ക, അങ്ങനത്തെ സൗണ്ടുകളൊക്കെയാണ് കേട്ടോ നമുക്ക് അധികമായിട്ട് കേൾക്കുക. അപ്പോൾ നല്ല രസമാണ്. അതൊക്കെ ഒന്ന് കുറച്ച് നേരം നിന്നിട്ടൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പിന്നെ നേരെ അടുക്കളയ്ക്ക് കയറുകയാണ്. ഇന്ന് നമ്മൾ ചായക്കായിട്ട് നമ്മൾ ഗോതമ്പിൻ്റെ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. നൂൽപുട്ട് എന്ന് വെച്ചാൽ ഇടിയപ്പം, അതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ ഞാനൊരു 2.5 ഗ്ലാസ് ഗോതമ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പിട്ടിട്ട് ഇനി നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ എന്താ പറയുക, ചപ്പാത്തിക്ക് നനയ്ക്കണ പോലെയല്ല, അതിലും കുറച്ചും കൂടി നനവ് കൂടി നിൽക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നനച്ചെടുക്കുന്നത്. ഗോതമ്പിൻ്റെ നൂൽപുട്ട് നമുക്ക് തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. തേങ്ങാപ്പാൽ, പഞ്ചസാരൊക്കെ, അത് നമ്മുടെ അരിയുടെ ഒക്കെ കഴിക്കണേക്കാളും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്, തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാൻ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ ഗോതമ്പിൻ്റെയാണ് കേട്ടോ. അത് അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ ഇതൊന്ന് നന്നായിട്ട് നനച്ചെടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഈ ഒരു നനവ് വേണം. നമ്മൾ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഇതാക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം, കയ്യിൽ ഒട്ടണം. അത് ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് സോഫ്റ്റായിട്ടുള്ള നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് മുട്ടക്കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ വേഗം ഒന്ന് മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. 1-2 ഒന്നിങ്ങനെ പൊട്ടി കാണാണ്ട് കേട്ടോ. എന്നാലും ഞാനത് പുഴുങ്ങി. ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് തന്നെയായിട്ട് കൊടുത്തയക്കുക. അവർക്ക് ചപ്പാത്തി വലിയ ഇഷ്ടമല്ല, പൂരി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ വീഡിയോയിലൊക്കെ, പൂരി ഉണ്ടാക്കുന്ന ദിവസം അന്നത്തെ ദിവസം ഫുള്ള് പൂരിയാണ്. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കിയിട്ട് ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ സ്കൂളിലേക്കും അത് തന്നെയാണ് കേട്ടോ കൊണ്ടുപോവുക. അപ്പോൾ ഞാനിതാ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗം പൊടിയൊക്കെ ഒന്ന് വേഗം നമുക്ക് കുഴച്ചെടുത്തിട്ട് വേണമല്ലോ നമുക്ക് തട്ടിലാക്കി വെക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് വേഗം കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നൂൽപുട്ടൊക്കെ ഒന്ന് ആക്കി വെക്കാനായിട്ട് ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങളാണ് കേട്ടോ എടുത്തുള്ളത്. ഇതിലാവുമ്പോൾ എന്താണെന്നറിയോ, നമുക്ക് എളുപ്പം കഴിയും കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഈ തട്ടിലൊക്കെ ഓരോന്നിങ്ങനെ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും നല്ലതായിട്ടൊക്കെ തോന്നിയത് ഇങ്ങനെയാണ്. ഞാനിപ്പോൾ അരിയുടെ ആണെങ്കിലും ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഇതിൽ വെച്ചിട്ട് കുറച്ച് കട്ടിക്ക് അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-2 കഴിച്ചാൽ മതി. കുട്ടികളാണെങ്കിൽ 1 കഴിക്കുള്ളൂ, നമുക്ക് വലിയവർക്ക് 2 കഴിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറ്. എനിക്ക് നല്ല എളുപ്പമായിട്ടാണ് ഇത് തോന്നിയത്. കാരണം നമ്മൾ ആ തട്ടിൽ വെച്ച് ഓരോന്ന് ഉണ്ടാക്കിയെടുക്കണ്ടേ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് എണ്ണം കുറക്കാം, കട്ടി കൂട്ടാം അങ്ങനെ. അപ്പം ഞാൻ കുറച്ച് കട്ടിക്കാണ് കേട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് സമയം കിട്ടും. എന്താണെന്ന് വെച്ചാൽ മറ്റേ തട്ടിലൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ കുറേ സമയം നിറച്ചിട്ടും അതിലിട്ട് തിരിച്ചിട്ടും ഇങ്ങനെ എടുത്തിട്ടും പിന്നെ വെച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണ്ടേ. ഇതിലാവുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. ആ തട്ട അങ്ങനെ നമ്മൾ ആ പാത്രം അങ്ങനെ തട്ടിലിറക്കി വെച്ച് കൊടുക്കുക. അതായി കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് മറ്റേത് വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. ഇതെന്നെ കുട്ടികൾക്ക് കൊടുത്തയച്ചത് കേട്ടോ. അവർക്കിപ്പോൾ ഇത് ഇഷ്ടമായി എടുക്കണം. കാരണം ഇത് തിന്നാനും ഒരു സോഫ്റ്റ് ഉണ്ട്.
അങ്ങനെ നമ്മൾ നൂൽപുട്ടൊക്കെ ഇതാ എടുത്തിട്ട് പിന്നെ അടുത്ത ട്രിപ്പും വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അത് എണ്ണ ഒഴിച്ചിട്ടൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇടിയപ്പമൊക്കെ ഇതാ അവിടെ ആയിട്ടുണ്ട്. ഇടിയപ്പം നൂൽപുട്ട് ഏതാണേലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏതാ നിങ്ങൾ പറയണമെന്ന് വെച്ചാൽ അതെടുത്തോട്ടാ. അപ്പോൾ ഇതാ നമ്മൾ മുട്ടക്കറി ഒഴിച്ച് കൊടുത്ത് അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.